Hey guys, welcome back to our channel Fun Family 3 Doors. അങ്ങനെ guys, നമ്മൾ ഇന്ന് വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചലഞ്ചിന്റെ പേരാണ് അഡ്വർടൈസ്മെന്റ് ചലഞ്ച്. ഈ ഗെയിം എങ്ങനെ കളിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം. നമ്മൾ 3 പേരും വെറൈറ്റി സാധനങ്ങൾ കവറിൽ ശേഖരിച്ചിട്ടുണ്ട്. പരസ്പരം ഞങ്ങൾക്ക് 3 പേർക്കും അറിയത്തില്ല എന്താ അത് എന്ത് വേണമെങ്കിലും ആകാം. അതെ, നമ്മൾ അത് വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ ഫോണാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്ന ആന്റിക്കോ അവക്കോ ഒരു ഫോൺ കൊടുത്തു എന്ന് വെച്ചു. ഈ ഫോൺ വെച്ചിട്ട് ഇദ്ദേഹം പറയണം അഡ്വർടൈസ്മെന്റ്. അത് ഏത് രീതിയിൽ വരും, എങ്ങനെ വരും എന്നൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതെ, അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. ഈ ഗെയിമിന് ശേഷം ആരെയൊക്കെ പരസ്യത്തിലേക്ക് വിളിക്കും എന്നുള്ള കാര്യം അടിയായിരിക്കും കിട്ടുന്നത്. പോണം. അപ്പൊ ക്ഷണം കാത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഗെയിം തുടങ്ങുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം കവറിലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ഇതിലെന്താണെന്ന് ഇവർക്കോ അതിലെന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ സാധനം തരും. നമ്മളത് വെച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ടോട്ടലി വെറൈറ്റി സാധനങ്ങളാണ് ഈ വീടിനുള്ളിൽ ശേഖരിച്ച് ഇതിലെടുത്ത്. വീടിനുള്ളിലോ? അതെ, വീടിനുള്ളിൽ ഉള്ളത് തന്നെയാണോ? ആദ്യത്തെ സാധനം വെറൈറ്റി സാധനമാണ്. ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉടമസ്ഥയ്ക്ക് തന്നെയാണ്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താണ്? എടുക്കൂ, ഉപയോഗിക്കൂ. ഹൈറ്റ് കുറഞ്ഞവർക്ക് വളരെ ഉപകാരപ്രദമായ ചെരുപ്പാണ്. വെള്ളത്തിലും നമുക്ക് വെള്ളം കണ്ടാൽ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല, ചാടാം. വേറൊരു ഉപകാരം കൂടെ ഉണ്ട് ഇതില്. നമ്മളെ ആക്രമിക്കാൻ വരുന്നവർക്കിട്ട് നമുക്ക് എന്റെ മോന്തക്ക് എന്റെ മോതക്ക് കിട്ടിയ കൈ വെച്ചിട്ട് അടി കൊടുക്കാം. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇതൊരു വലിയൊരു ഇതാണ്, വലിയൊരു സംഭവമാണ്. ഇതുവരെയായിട്ട് ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ല. സാധനത്തിനെ പറ്റി വിവരണങ്ങളൊക്കെ കഴിക്കും. ഇതെന്താണ്? ചെരുപ്പ്. കാലിബോസോ, കാലിപ്സോ കമ്പനിയിലെ ഒരു സാറ്റിലാണ് ഞാൻ കൊടുത്തത്. ചെറുപ്പ് കാലിപ്സോ കമ്പനിയുടെ ഒരു ചെരുപ്പാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ പറഞ്ഞോട്ടെ, ശ്രീമതി ഒന്നും ഉണ്ടായിരിക്കും. വളരെ ഉപകാരപ്രദവും ഫലപ്രദവുമായിട്ടുള്ള ഈ ചെരുപ്പ് നിങ്ങളൊക്കെ വാങ്ങിക്കൂ, ഉപയോഗിക്കൂ. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. ചെരുപ്പ് വേണമെങ്കിൽ ബന്ധപ്പെടൂ. ഈ ചെരുപ്പിനായിട്ട് ബന്ധപ്പെടൂ. ഫോൺ നമ്പർ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. അടുത്തത് ഞാൻ അവക്കാണ് സാധനം കൊടുക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇതാ റിമോട്ട്. റിമോട്ട് ബാക്കി പോയിട്ട് ഇതാ റിമോട്ട്. ഇതിലൊന്ന് ഞെക്കൂ, കാണൂ, കേൾക്കൂ, ആസ്വദിക്കൂ. ഇന്നാ നിങ്ങൾക്ക് റിമോട്ട്. അടുത്തതിന് ഞാൻ ഇവർക്ക് കൊടുക്കാം. തരട്ടെ. ഇതെന്താ? അച്ചാറാ? എന്താ? ചോറിന് കറിയില്ലേ? എടുക്കൂ, അച്ചാർ തൊട്ട് കൂട്ടാം. അത് മാത്രമല്ല, കുടിക്കുമ്പോ ഒന്ന് തൊട്ട് നക്കണ്ടേ? ഇതാ എടുത്തു, വാങ്ങിക്കൂ, തൊട്ടു നക്കൂ. ക്രിസ്മസ് അല്ലേ, 2 എണ്ണം വീശണ്ടേ? എടുത്തോ, തൊട്ടോ, നക്കിക്കോ. അച്ചാർ. അപ്പൊ നമുക്ക് അടുത്തയാൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കും കരച്ചിൽ വരുന്നില്ലേ? ഉപയോഗിക്കൂ. ഉള്ളി. അരിയൂ, കരിയൂ, കഴിക്കൂ.
ഉള്ളി 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 ചുവന്ന ഉള്ളി വെളുത്ത ഉള്ളി കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ഉള്ളി ഉള്ളി ഉള്ളി. അടുത്തത് ഇനി അവളാണ്. എന്താ നോക്കാം. സ്പ്രൈറ്റ് വെച്ചിട്ട് കത്തിക്കും. ഗൈസ് ഞാൻ സ്പ്രൈറ്റ് കൊടുത്തിട്ടുണ്ട്. ക്ഷീണിച്ചോ? ദാഹിക്കുന്നുണ്ടോ? എന്നാ കുടിക്ക സ്പ്രൈറ്റ്. വല്ലോന്റെ അകത്ത് വെള്ളം ഒഴിക്കണോ? എടുത്തൊഴിക്ക സ്പ്രൈറ്റ്. എനർജി വീണ്ടും എടുക്കണോ? കുടിക്ക സ്പ്രൈറ്റ്. ഓക്കെ ഗൈസ് കൊള്ളാം. ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ നെക്സ്റ്റ് ആർട്ടി കൊടുക്കാൻ പോവുകയാണ്. എന്താ നോക്കുന്നത്? പെർഫ്യൂം ആണ് ഗൈസ്. പെർഫ്യൂം 10 ദിവസം കുളിക്കാത്തവർക്കും എങ്ങനെ തന്നെ പഠിപ്പിച്ചു ഞങ്ങളെങ്ങനെ പഠിപ്പിക്കാൻ 10 ദിവസം 10 വർഷമായി കുളിച്ചിട്ട്. പെർഫ്യൂം 10 ദിവസം കുളിക്കാത്തവർക്കും എടുക്കൂ, അടിക്കൂ, മണക്കൂ. എന്ത് പെർഫ്യൂം? ചേച്ചിയുടെ പ്രത്യേക തരം പെർഫ്യൂം. ഇതടിച്ച് പുറത്തിറങ്ങിയ എല്ലാവരും പുറകെ വരും. മുല്ലപ്പൂ ഉണ്ട്, റോസപ്പൂ ഉണ്ട്, ചെത്തിപ്പൂ ഉണ്ട്, ഇലഞ്ചിപ്പൂ ഉണ്ട്, എല്ലാ പൂവുണ്ട്. എല്ലാ പൂക്കളോട് സമം ചേർത്ത് അരച്ച് കലക്കിയപ്പോ ലാസ്റ്റ് പൂവിട്ടാരും വിളിക്കരുത്. പൂമാരമേ. അയ്യോ. പെർഫ്യൂം കൊള്ളായിരുന്നു. പെർഫ്യൂം കലക്കി. അപ്പൊ നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ആദ്യത്തെ സാധനം ആദ്യത്തെ ആൾക്ക് കൈമാറാം. താങ്ക് യു. പറ്റിയ സാധനം ഇതാ വന്നിരിക്കുന്നു. എന്തോ? നിങ്ങളുടെ തുളി അല്ല, നിങ്ങളുടെ തുണി ചുളുങ്ങി. നിങ്ങളുടെ തുണി അലക്കാനുണ്ടോ? നിങ്ങളുടെ തുണി ചുളുങ്ങിയിരിക്കുകയാണോ? എടുക്കൂ, തേക്കൂ, ഇടൂ, പോകൂ. മനോഹരമായി അത് മനോഹരമായി പുറത്തിറങ്ങാൻ ഇതാ തേക്കൂ, തേപ്പ് വെട്ടി. എന്റെ പ്രിയ കാമുകന്മാരെ, നിങ്ങൾക്ക് തേക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ വരൂ, ഇതാ തേപ്പ് പെട്ടി. ഇലക്ഷനോ? തേപ്പൊട്ടിയുടെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക. അടുത്ത നമുക്ക് അടുത്ത സാധനം കൊടുക്കാം. എന്താ ഒലക്കയാണോ ഇനി തലയിലടിക്കാനുള്ള ഒലക്കയാണോ? എന്താ വൈ അത്ര ചെയ്യോ? ആ നല്ലതാണ്. നിങ്ങൾക്ക് വെട്ടണോ? ചെടി വെട്ടണോ? മീൻ വെട്ടണോ? തുണി വെട്ടണോ? വെട്ടണേ. എടുക്കൂ, ഉപയോഗിക്കൂ, മുറിക്കൂ. സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്രിക. നന്നായിട്ട് കിട്ടും. കൊടുത്ത് വിട്. എന്താ അത്? എന്തുവാ ഇത്? പറഞ്ഞോളൂ. ക്യാൻഡിൽസ്. ബർത്ത്ഡേ ക്യാൻഡിൽസ് ആണ് guys. യെസ്, ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. ക്യാൻഡിൽ ഒരു മെഴുതിരിയുടെ കയ്യിലേറിയാവും. നിങ്ങൾക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോണോ? വേണ്ട. പോണെങ്കിൽ വെക്ക്. വർണ്ണശാകലമായ വർണ്ണശലഭമായ മെഴുകുതിരികൾ ക്യാൻഡിൽസ് കൊണ്ട് ഫ്രണ്ടിൽ വെച്ചാൽ ഡിന്നർ നൈറ്റിന് പോകും. അതും പോരാഞ്ഞിട്ട് നിങ്ങക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ? കേക്ക് കൊണ്ട് നടുക്ക് വെച്ചിട്ട് ഇത് നടുക്ക് കുത്തി വെക്ക്. എന്നിട്ട് ഊതിക്കെടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യൂ. ഇനി അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സബലീകരിക്കാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എടുക്കൂ തിരി, നേരെ പള്ളിയിൽ ചെന്ന് കത്തിച്ച് പ്രാർത്ഥിക്കൂ.
എന്നിട്ട് ആഗ്രഹ സബലീകരണം കിട്ടിയതിനു ശേഷം ഞങ്ങളെ അറിയിക്കൂ. കമന്റ് ബോക്സിൽ പ്രത്യേകം അറിയിക്കേണ്ടത്. ക്യാൻഡിലിന് വേണ്ടി സമീപിക്കൂ. ബെൻസി ജോസഫ് ക്യാൻഡിൽ കട. ഇന്നത്തേക്ക് വല്ലതും നടക്കുവോ? ഒക്കെ എടുക്കട്ടെ. ഐസ്ക്രീം ദാ വരുന്നു. ഐസ്ക്രീം. അപ്പൊ ഗൈസ് എനിക്ക് ഐസ്ക്രീം ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇത് വെച്ച് ആരംഭിക്കാം. ആരംഭിക്കലാമാ. വായിക്ക് മധുരമേകുവാൻ കഴിക്കൂ ഐസ്ക്രീം. വയറിന് കുളിർമയേകുവാൻ കഴിക്കൂ ഐസ്ക്രീം. ചൂടത്തെ തണുപ്പേകുവാൻ കഴിക്കൂ ഐസ്ക്രീം. കഴിക്കൂ ഗൈസ്, കഴിക്കൂ. മോൺസിന്റെ പടുവർ പൗഡറാണ് ഗ്യാസിൽ കെട്ടിയിരിക്കുന്നത്. വെയിലത്തോട് നടന്ന് കരിഞ്ഞുണങ്ങി നടക്കുവാണോ നിങ്ങൾ? ആണോ? അതോ വെയിലത്തോട് നടന്ന് കുരുകൾ പൊന്തി നടക്കുവാണോ നിങ്ങൾ? അതോ വെളുക്കാൻ വേണ്ടി പാണ്ട് നടക്കുവാണോ നിങ്ങൾ? വെളുക്കാൻ തേച്ചത് പാണ്ടായി നടക്കുവാണോ നിങ്ങൾ? എങ്കിൽ വിഷമിക്കണ്ട, ദാ എന്റെ കയ്യിലുണ്ട് പൗഡർ. ഇത് തേക്ക് പുറത്തു പോകൂ, കുരുകൾ റിമൂവ് ചെയ്യൂ, ടാനർ റിമൂവ് ചെയ്യൂ, വെളുത്തും സുന്ദരിമാരായി നടക്കൂ. പൗഡർ സുന്ദരന്മാർ. സുന്ദരി സുന്ദരന്മാരായി നടക്കൂ. സുന്ദരന്മാരെ നടക്കൂ. പൗഡർ. മേഡത്തിന് തരണം അല്ലേ? ഇല്ലേ, കുഴപ്പമില്ല. എല്ലാം നടക്കുവോ ഇന്ന്? നിങ്ങൾ വേദനയിലായിരിക്കുവാണോ? അല്ല, വേദന എടുത്തിരിക്കും ഇത് കണ്ടിട്ട്. കഴുത്തുവേദന, മുട്ടുവേദന, കൈകാൽ മുട്ടുവേദന, മരവിപ്പ്, കൊളുത്തേപ്പ, സന്ധി വേദന, എല്ലാത്തിനും പരിഹാരം ഇതാ, പെയിൻ സ്പ്രേ. പെയിൻ റിലീഫ് സ്പ്രേ. തൂക്കൂ, തൂക്കൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ, ഓടൂ, ചാടൂ, കളിക്കൂ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഈ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത, ഇനിയും ആരും പരീക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ചലഞ്ചാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതെ. ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.